ഞങ്ങളുടെ പോർട്ട്ഫോളിയോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം നമ്മുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഇതൊരു മിക്സ് ഓഫ് മിഡ് ക്യാപ്സ് ആസ് വെൽ ആസ് ലാർജ് ക്യാപ് സ്റ്റോക്സ്. നമ്മുടെ കയ്യിലുള്ള മൾട്ടി ബാഗേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ 40 സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 5-6 നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ച് അണ്ടർ പെർഫോം ചെയ്താൽ നമ്മുടെ PMSനെ നമ്മൾ മേളിലോട്ട് നമ്മൾ കൊണ്ടുപോകും. PMSലാണെങ്കിൽ ഇറ്റ്സ് എ ഹൈലി പേഴ്സണലൈസ്ഡ് സർവീസ്. ഇപ്പോൾ ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത് വി ആർ എ സെബി രജിസ്റ്റേർഡ് പോർട്ട്ഫോളിയോ മാനേജർ സിൻസ് 2005. സെബി രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരുപാട് ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ പൈസ തരാം ഇരട്ടിച്ച് തരാം, ഒരുപാട് സ്കാംസ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സ്കാംസിൽ പെടുന്നത്. ഹ്യൂജ് റിട്ടേൺസ് പ്രോഫിറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. നമ്മൾ വി മലയാളീസ് ആർ വെരി പ്രൗഡ് ദാറ്റ് വി ആർ ഭയങ്കര ലിറ്ററസി ഹൈ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ബട്ട് ദി ഫിനാൻഷ്യൽ ലിറ്ററസി ഓഫ് അവർ മലയാളീസ് അല്ലെങ്കിൽ നമുക്ക് ദാറ്റ് ഇസ് എ പൂവറസ്റ്റ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇന്ത്യയിലുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് 12%, 15% അല്ലെങ്കിൽ ഇരട്ടിക്കാന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കുന്നില്ല. അപ്പോഴും പൈസയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെബി രജിസ്റ്റേർഡ് പോർട്ട്ഫോളിയോ ഞങ്ങൾക്ക് ഓഡിറ്റ് ഉണ്ട്. ഞങ്ങൾ ക്വാർട്ടർലി ആയിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കണം. ഞങ്ങളുടെ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ സെബി ക്വസ്റ്റ്യൻ ചോദിക്കും. അവർ ഇൻസ്പെക്ഷന് വരും ഞങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്. ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് പബ്ലിക് പീപ്പിൾ, ആൾക്കാരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയാണ് മാനേജ് ചെയ്യുന്നുള്ളത്. വി ആർ സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ബൈ സെബി. പിന്നെ എന്താണ് PMS എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു എൻട്രസ്റ്റ് യുവർ മണി ടു എ പോർട്ട്ഫോളിയോ മാനേജർ. പോർട്ട്ഫോളിയോ മാനേജർ 50 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് 10 കോടി രൂപയുടെ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയിലെ 1 കോടിയോ 2 കോടിയോ രാജ്യം തന്നെ ഏൽപ്പിച്ച് നോക്കാം, അവരെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്പേർട്ട് ടീമുണ്ട്. ഒരു കാർത്തിക്, പത്മനാഭൻ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ആർക്കും വേണമെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള വെച്ചിട്ട് ഞങ്ങളത് മാനേജ് ചെയ്യും. ഞങ്ങൾ ഓരോ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ. ഇപ്പോൾ പ്രത്യേകിച്ച് കാർത്തിക് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫ്രീ കമ്പനീസ്, ഗ്രോത്ത് കമ്പനീസ് അങ്ങനെയുള്ള സ്റ്റോക്സേ പോകുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് ഒരു 20 എണ്ണം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം സക്സസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 4-5 എണ്ണം മോശമാവുകയാണെന്നുണ്ടെങ്കിൽ, മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ റിസൾട്ട്സ് വരുമ്പോഴത്തേക്ക് മുന്നോട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ 100 രൂപയ്ക്ക് മേടിച്ച സാധനം 75 രൂപയാണെങ്കിൽ 60 രൂപയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ബെറ്റർ പ്രോസ്പെക്ട്സിലേക്ക് ഞങ്ങൾ പോകും. ഞാൻ നേരത്തെ പറഞ്ഞെടുക്കുക 50 ലക്ഷമാണ് സെബിയുടെ ഗൈഡ് ലൈൻസാണ്. തുടങ്ങിയത് 5 ലക്ഷത്തിലായിരുന്നു, പിന്നെ 25 ആക്കി, പിന്നെ 50 ആക്കി. എന്താ സെബി ഇത്രയും വലിയ ത്രഷോൾഡ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോ ദാറ്റ് ഇറ്റ്സ് ആൻ അസംഷൻ ദാറ്റ് പീപ്പിൾ ഹു ആർ ഏബിൾ ടു സ്പെൻഡ് 50 lakhs ഫോർ എ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ദേ ആർ വെൽ ഓഫ് പീപ്പിൾ ഹു ഈവൻ ഇഫ് ദേ ലൂസ് മണി ഇൻ ദിസ് 50 lakhs ദേ വിൽ ബി ഏബിൾ ടു സർവൈവ് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഒന്നിലും നിങ്ങളുടെ 50 ലക്ഷം രൂപ തന്നെ തരാം, ഇല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഷെയർ തന്നാലും മതി. ഈ 50 ലക്ഷം എന്നുള്ള മിനിമം എമൗണ്ടാണ്. ഇല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ ഷെയർ ആണെങ്കിൽ 30 ലക്ഷം രൂപയുടെ ഷെയർ 20 ലക്ഷം രൂപയുടെ ക്യാഷ് തരികയാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് എ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർസ് ഓൺ എ ഡെയിലി ബേസിസ് വി വിൽ സെൻഡ് മെയിൽസ്. എല്ലാ ദിവസവും നമ്മൾ മെയിൽ അയക്കും. അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ തന്നു, നിങ്ങളുടെ ഏതൊക്കെ ഷെയറാണ് ഹോൾഡ് ചെയ്യുന്നത്, ആ ഷെയർസ് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്, ഇപ്പോൾ അത് എത്ര രൂപയുണ്ട്, ക്യാഷ് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്, ടോട്ടൽ വാല്യൂ എല്ലാം നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക് ഇൻ പീരീഡ് ഒന്നും ഇല്ല. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 വർഷത്തേക്ക് ഇടണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഇഫ് യു സ്റ്റാർട്ട് എ പോർട്ട്ഫോളിയോ നൗ ആഫ്റ്റർ എ വീക്ക് ഇഫ് യു ആർ ഫീലിംഗ് ദാറ്റ് വേണ്ട, ഇല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ദ മണി ഫോർ സം അതർ പർപ്പസ്, കല്യാണം വല്ലതും വരികയാണ്, എനി ടൈം യു ക്യാൻ ക്ലോസ് ഇറ്റ്. ഈ ക്ലോസ് ചെയ്യുന്ന നിങ്ങൾ ഫോൺ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം നിങ്ങളുടെ പൈസ തിരിച്ചു തരും. എൻട്രി ലോഡില്ല, എക്സിറ്റ് ലോഡില്ല. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിന് ബ്രോക്കറേജ് ഇല്ല. ഞങ്ങളുടെ ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി മാനേജ്മെൻറ്റ് ഫീസാണ് നമ്മളിവിടെ കാണിക്കുന്നത്. മാനേജ്മെൻറ്റ് ഫീസ് എന്ന് പറയുന്നത് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഫിക്സഡ് ഫീ എന്ന് വെച്ചാൽ 1 കോടി രൂപ നിങ്ങൾ മാനേജ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഞങ്ങൾ ഒരു വർഷത്തെ NAV നോക്കും. കാര്യം 1 കോടി എന്നുള്ളത് 1 കോടി 50 ലക്ഷം രൂപ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി പ്രോഡക്റ്റിൽ ആവറേജ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ NAV 1.25 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2.5% ഞങ്ങൾ ഫീസായിട്ട് മേടിക്കും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ഫീസ്, അത് 1.25% ആണ് ഫിക്സഡ് ഫീസ് ഓപ്ഷൻ. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് ഫീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% മേളിൽ റിട്ടേൺസ് വരികയാണെങ്കിൽ ആ റിട്ടേൺസിൻ്റെ 15% ഫീസായിട്ട് മേടിക്കും. ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം.
ഞങ്ങൾ പണ്ട് നേരത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് ഫീസാണ് ഇപ്പോഴും ഞങ്ങൾ രണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാലും ഫിക്സഡ് ഫീസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ക്വാർട്ടർലി ആയിട്ട് ഈ 2.5ൻ്റെ 1/4 വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. പിന്നെ ക്യാപ് സ്റ്റോക്സിൻ്റെ PMS പെർഫോമൻസ് ആണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ ഒരു 3 വർഷത്തെ പെർഫോമൻസ് ആണ്. ഞാനിപ്പം ഇത് പ്രസൻറ്റേഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഉള്ളതും കൂടെ എടുക്കാൻ പറഞ്ഞു. അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FY 22-23 പോർട്ട്ഫോളിയോ റിട്ടേൺസ് 0.8 നെഗറ്റീവായിരുന്നു. നിഫ്റ്റിയും ഇതായിരുന്നു. അടുത്ത വർഷം 2024 നിഫ്റ്റിയുടെ റിട്ടേൺസ് 28% അടുത്ത വർഷം നിഫ്റ്റിയുടെ റിട്ടേൺസ് 5% ആയിരുന്നു. നമ്മുടെ പോർട്ട്ഫോളിയോ 8.8% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ റിട്ടേൺസിൽ നിഫ്റ്റി 9.3% റിട്ടേൺസ് ഉണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോ 14% റിട്ടേൺസ് ഉണ്ട്. ഞങ്ങളുടെ ഒരു കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് PMSകാരുടെ പോർട്ട്ഫോളിയോ ഡൗൺ ആണ്. പക്ഷേ ഞങ്ങളുടെ പോർട്ട്ഫോളിയോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം നമ്മുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഇതൊരു മിക്സ് ഓഫ് മിഡ് ക്യാപ്സ് ആസ് വെൽ ആസ് ലാർജ് ക്യാപ് സ്റ്റോക്സ്. സ്റ്റേറ്റ് ബാങ്ക് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഹോൾഡിങ്സ്. അപ്പം സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോൾ കയറി. അപ്പം അതേപോലെയുള്ള LNT അങ്ങനെയുള്ള സ്റ്റോക്സും ഉണ്ട്, ഗ്രോത്ത് സ്റ്റോക്സും ഉണ്ട്. അപ്പോൾ ഒരു കമ്പൈൻ സ്റ്റോക്സ് ആയതുകൊണ്ട് എല്ലാ മാർക്കറ്റിലും ഒരുവിധം പെർഫോമൻസ് നമുക്ക് ഉണ്ടാവും. ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം വി വിൽ ബി പെർഫോമിങ് വെൽ. പിന്നെ ഈ പറയുന്ന കണക്ക് ഇപ്പോൾ ഈ 3 വർഷം ഈ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഇത് അടുത്ത വർഷം അടുത്ത 3 വർഷം ഈ പെർഫോമൻസ് കിട്ടണമെന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം വി വിൽ ഡെഫിനറ്റ്ലി ഔട്ട് പെർഫോം ദ മാർക്കറ്റ്സ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു സാമ്പിളിന് വേണ്ടി കഴിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ടോപ്പ് പെർഫോമിങ് സ്റ്റോക്സ് ആണ് ഞങ്ങളുടെ PMSലുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആനുവലൈസ്ഡ് റിട്ടേൺസ് എന്ന് വെച്ചാൽ 65% ആനുവലൈസ്ഡ് റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഗാർഡൻ റീച്ച് എന്ന് പറഞ്ഞിട്ട് GRSE എന്ന് പറയുന്ന ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. കാർത്തിക് 126 രൂപയ്ക്ക് നമ്മൾ 2019 ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റോക്കാണ്. ആ 126 നമ്മൾ പല പ്രാവശ്യം വിറ്റുപോയി ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ട്. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ 3500 വരെ പോയി. ഇപ്പോൾ 3150 ഇപ്പോഴും നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളതിൽ. ഒരുപാട് പോസ്റ്റ്മോർട്ടംസൊക്കെ വിറ്റുപോയുണ്ട്. അതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ന്യൂലൻ ലാബ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് 2220 മെയ് 2021 ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അത് 19,000 വരെ പോയി. ഇപ്പോഴും 17,000 ഉണ്ട്. 4 വർഷം കൊണ്ട് എത്ര ഇരട്ടിയായെന്ന് 9 ഇരട്ടിയായി. GRSE 28 ഇരട്ടിയായി. ആനുവലൈസ് റിട്ടേൺസ് 59% ആണ്. അതുപോലെ CDSL 154 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് 2020 ഓഗസ്റ്റിൽ. ഇന്ന് അത് 2600 രൂപ വിലയുണ്ട്. അപ്പോൾ ഞാനിത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം നമ്മുടെ കയ്യിലുള്ള മൾട്ടി ബാഗേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ 40 സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 5-6 എണ്ണം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ച് അണ്ടർ പെർഫോം ചെയ്താൽ നമ്മുടെ ഇതിനെ നമ്മൾ മേളിലോട്ട് നമ്മൾ കൊണ്ടുപോകും. പിന്നെ ഇത് ഒരു സാമ്പിൾ പോർട്ട്ഫോളിയോ ഞാൻ എടുക്കാൻ പറഞ്ഞാണ്. ഇത് 10 വർഷമായ ഒരു പോർട്ട്ഫോളിയോ ആണ്. എല്ലാവർക്കും ഈ പെർഫോമൻസ് ഇദ്ദേഹത്തിന് ഭയങ്കര പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലയൻറ്റിൻ്റെ സമയോചിതമായിട്ടുള്ള ഇൻ്റർഫറൻസ് കാരണമാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി അന്ന് 31 മാർച്ച് 2014 പുള്ളി തന്നെ പൈസ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയായിരുന്നു അന്ന്. ഇന്നാണ് 50 ലക്ഷം രൂപയായി. 25 ലക്ഷം രൂപയായിട്ട് മാർച്ച് 2021 നമ്മൾ കോവിഡ് കഴിഞ്ഞ് മാർക്കറ്റ് പൊട്ടിക്കിടന്ന സമയത്ത് ഈ ആഡഡ് അനദർ 30 lakh rupees. ഓക്കെ, ഈ ക്ലയൻറ്റ് 25 ലക്ഷം രൂപ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ 25 ലക്ഷം രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 30 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ 25 lakhs മിനിമം നിങ്ങൾ കീപ്പ് ചെയ്യണം. ബാക്കി 5 ലക്ഷം രൂപ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പം ദിസ് ക്ലയൻറ്റ് യൂസ് ടു വിഡ്രോ വാട്ട് എവർ. എല്ലാ മാസവും പുള്ളി ഓരോ ലക്ഷം രൂപ വെച്ച് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിഡ്രോ ചെയ്യുന്ന ഒരു ക്ലയൻറ്റാണ്. അപ്പം ഇതിനിടയ്ക്ക് ഈ പീരീഡിനിടയ്ക്ക് ഹി ഹാസ് വിഡ്രോൺ 90 lakhs. ഓക്കെ, ആദ്യം 25 തന്നു, പിന്നെ 30 തന്നു. ടോട്ടൽ ക്യാപിറ്റൽ തന്നിരിക്കുന്ന 55 ആണ്. ടോട്ടൽ വിഡ്രോയൽ എന്ന് പറയുന്നത് 90 lakhs ആണ് വിഡ്രോയൽ. അപ്പോൾ നെറ്റ് ക്യാപിറ്റൽ വാട്ട് ഹി ഹാസ് ഗീവൺ ഈസ് -35 lakhs. കാര്യം പുള്ളി തന്നതിനെക്കാട്ടി കൂടുതൽ 35 ലക്ഷം രൂപ കൂടുതൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പുള്ളിയുടെ പോർട്ട്ഫോളിയോ വാല്യൂ 50 ലക്ഷം രൂപയിൽ നിൽക്കുകയാണ്. ഈ 50 ലക്ഷം രൂപയിൽ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ മുകളിൽ 52 ആവുകയാണെങ്കിൽ 2 ലക്ഷം വിഡ്രോ ചെയ്യും. അതുകൊണ്ടാണ് ആ 50 lakhs പുള്ളി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആനുവലൈസ്ഡ് അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ 30% CAGR. നമ്മൾ ബാങ്കിൽ 6%, 7% എന്ന് പറയുന്നത് 30%. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ പുള്ളി കൊണ്ടുവന്ന പൈസ 2014 മാർക്കറ്റ് കയറുന്നതിന് മുമ്പ് കൊണ്ടുവന്നു. ഞങ്ങളുടെ PMS അന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ കൂടാതെ കോവിഡ് സമയത്ത് പൊട്ടിക്കിടന്ന സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കൂടുതൽ പൈസ തന്നു. ഞങ്ങളുടെ എല്ലാ പോർട്ട്ഫോളിയോ ഇതുപോലെ പെർഫോം ചെയ്യത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 16%ഒക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ.
ഇത് പെർഫോം ചെയ്യുന്ന കാരണം പുള്ളി അത്രയും കറക്റ്റായിട്ട് സമയത്തിന് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. ഇനി ഇതിനകത്തുള്ള ഇൻകം ടാക്സ് ആണ്. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പണ്ടത്തെ മീറ്റിങ്ങിൻ്റെ ഞാൻ ഒരു പ്രസൻറ്റേഷൻ നോക്കുമ്പോൾ ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടിട്ട് നിങ്ങളത് 5 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ ഈ 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണ്ട. കാര്യം അത്രയും അഡ്വാൻറ്റേജ് ആയിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ പറയുകയും ചെയ്തു, ഇനി ഫ്യൂച്ചറിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വന്നുകൂടാന്നില്ല. ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12.5%. നമ്മൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 ലക്ഷം രൂപ ആവുകയാണെങ്കിൽ ആ 1 ലക്ഷം രൂപ പ്രോഫിറ്റിന് 12.5% കൊടുക്കണം. 1.25 ലാക്സ് വരെ എക്സംഷൻ ഉണ്ടായിരുന്നു. പണ്ട് 10 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് എക്സംഷൻ ഉണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് കൊടുക്കണം. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 20%. ഈവൻ ദെൻ നമ്മുടെ 30% സ്ലാബൊന്നും നമുക്ക് വരുന്നില്ല. ഡിവിഡൻസ് ഇപ്പോൾ കിട്ടുന്നത് നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ടാക്സ് ചെയ്യണം. പിന്നെ എല്ലാ വർഷവും നിങ്ങൾ മാർച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഓഡിറ്റഡ് റിപ്പോർട്ട് തരും. ഈ ഓഡിറ്റഡ് റിപ്പോർട്ടിൽ നിങ്ങളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും, ലോങ് ടേം ക്യാപിറ്റൽ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഓഡിറ്റർ നിങ്ങൾക്കൊരു ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, ദിസ് ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എവറിത്തിങ് യു ക്യാൻ ഹാൻഡ് ഓവർ ഇറ്റ് ടു യുവർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് ഹീ വിൽ ഇൻകോർപ്പറേറ്റ് ദിസ് തിങ് ആൻഡ് എത്ര ടാക്സ് ടോട്ടൽ ടാക്സ് കണ്ടുപിടിക്കും. അപ്പം നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് PMSൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 5000 വരെ ഇൻവെസ്റ്റ് ചെയ്യാം, PMSൽ 50 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വൈ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ എ PMS? ദാറ്റ് ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ PMS എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹൈലി പേഴ്സണലൈസ് സർവീസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്സ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് പറയുന്നത്, എന്ത് സ്റ്റോക്ക് മേടിച്ചാലും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മേടിക്കണം. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഓരോ സ്റ്റോക്ക് മേടിക്കുമ്പോഴത്തേക്ക് യു ക്യാൻ ഡയറക്റ്റ്ലി ഇൻട്രാക്ട് വിത്ത് ദി പീപ്പിൾ. എന്നെ വിളിച്ച് ചോദിക്കുക, രാജേന്ദ്ര ഇന്നൊരു സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്, അത് കൊള്ളാമോ? ഞാൻ പറഞ്ഞു കൊള്ളാം, അതിൻ്റെ റിപ്പോർട്ട് സാറിന് അയച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് പർട്ടിക്കുലർലി ഇഫ് യു ഡോണ്ട് വോണ്ട് എ പെർട്ടിക്കുലർ സ്റ്റോക്ക് വി ക്യാൻ അവോയ്ഡ് ദാറ്റ്. ചില ആൾക്കാർ പറഞ്ഞു ഈ അദാനി ആൾ ശരിയല്ല കേട്ടോ, അങ്ങനെ സ്റ്റോക്കൊന്നും എൻ്റെ അക്കൗണ്ടിൽ മേടി, ഞങ്ങളുടെ അദാനി സ്റ്റോക്ക് ഇല്ല, ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ റിലയൻസ് സ്റ്റോക്സ് വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഷരീഫ് പോർട്ട്ഫോളിയോസ് ഉണ്ട്. നമ്മൾ ഒരുപാട് നമ്മുടെ ഈ മുസ്ലിം ക്ലയൻസ് ഉണ്ട്, അവരെല്ലാം പറയുന്നത് ലിക്കർ സ്റ്റോക്സ് മേടിക്കാൻ പാടില്ല, ബാങ്ക് ഷെയർസ് മേടിക്കാൻ പാടില്ല. അപ്പം അതൊന്നും അവിടെ മേടിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈച്ച് പോർട്ട്ഫോളിയോ നീഡ് നോട്ട് ബി ദ സെയിം. ഒന്നും പറയാത്ത ആൾക്കാരുടെ പോർട്ട്ഫോളിയോ ഒക്കെ സെയിം ആയിരിക്കും, ബട്ട് ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോ വിൽ ബി ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ എ ക്ലയൻറ്റ്സ് നീഡ്സ്. ചില ക്ലയൻറ്റ്സ് പറയും എനിക്ക് ഫ്രണ്ട് ലൈൻ മേടിച്ചാൽ നിങ്ങൾ മിഡ് ക്യാപ്പൊന്നും മേടിക്കണ്ടേ കേട്ടോ, അത് മിഡ് ക്യാപ്പ്. ചിലപ്പോൾ പറയും ഫ്രണ്ട് ലൈൻസ് കയറുമ്പോൾ മിഡ് ക്യാപ്പ് എല്ലാം വിറ്റിട്ട് ഫ്രണ്ട് ലൈൻ മേടിക്കാൻ പറയും. അത് മേടിക്കുമ്പോഴത്തേക്ക് മിഡ് ക്യാപ്പ് കയറി ഫ്രണ്ട് ലൈൻ ഇറങ്ങും. ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഓരോ ക്ലയൻസിൻ്റെ ഇഷ്ടം അനുസരിച്ച് അപ്പം ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ചില പോർട്ട്ഫോളിയോസ് പെർഫോം ചെയ്ത് ഇപ്പം ചിലപ്പം ഒരു ക്ലയൻ്റ് ഉണ്ട്, നല്ലൊരു പോർട്ട്ഫോളിയോ ഉള്ള ക്ലയൻ്റാണ്. പുള്ളി ഇതിങ്ങനെ പറയും 2014 പറഞ്ഞു ഈ ബോഡിയൊന്നും വരില്ല കേട്ടോ, എന്തായാലും എല്ലാം വിറ്റിട്ടേക്ക്, മാർക്കറ്റ് പൊട്ടിപ്പോകുമെന്ന് പറയും. അപ്പം നമ്മളെല്ലാം വിറ്റിടും. അത് കഴിഞ്ഞിട്ട് ബാക്കി പോർട്ട്ഫോളിയോസ് എല്ലാം കയറിപ്പോവും. അത് കഴിഞ്ഞിട്ട് അപ്പം ഇപ്പം ഞാൻ പറയും സാറ് വിൽക്കാൻ പറഞ്ഞു, സാറ് എല്ലാം കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മാർക്കറ്റ് ഇനി കയറുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അങ്ങനെ പല ആൾക്കാരും അവരുടെ ഇഷ്ടം അനുസരിച്ച് പോർട്ട്ഫോളിയോ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യും. പലപ്പോഴും ഈ വിറ്റിട്ട് താഴെ വാങ്ങിക്കാം, ഇതൊന്നും നമ്മൾ നടക്കില്ല. ഏറ്റവും ബെസ്റ്റ് യു സ്റ്റേ ഇൻവെസ്റ്റഡ്. നമ്മൾ ഫണ്ടമെൻ്റലി ഗുഡ് സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് ലോങ് ടേം ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് അവർ പോർട്ട്ഫോളിയോ ആൻഡ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഗീവ് എക്സലൻറ്റ് റിട്ടേൺസ്. പിന്നെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ PSTയുമായിട്ട് പിന്നെ എൻട്രി ലോഡോ എക്സിറ്റ് ലോഡോ ഒന്നുമില്ല. മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ പലതിനും എക്സിറ്റ് ലോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് യു ടേക്ക് എ വൈസ് ഡിസിഷൻ ആൻഡ് റിക്വസ്റ്റ് യു ടു ജോയിൻ അവർ PMS. യു സീ ഹൗ ഇറ്റ് ഈസ് പെർഫോമിങ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പൈസ വിഡ്രോ ചെയ്യാം. ലോക്ക് ഇൻ പീരീഡ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷെയർസ് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഷെയർസ് ഉണ്ട്. എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞു രാജേന്ദ്രൻ ഞാൻ സ്റ്റോക്സ് ഞാൻ തരികയാണ്, പക്ഷേ യു സീ ദാറ്റ് ഞാൻ സുന്ദര ഫൈനാൻസ് എൻ്റെ ചെറുപ്പകാലത്ത് മേടിച്ചു, അത് മാത്രം വിൽക്കരുത്. വേണ്ട, സുന്ദര ഫൈനാൻസ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ മാനേജ് ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു പ്രസൻറ്റേഷൻ. ഇപ്പം പീപ്പിൾ ആർ നോട്ട് ടയർഡ്. എനിക്കൊരു ചെറിയൊരു പ്രസൻറ്റേഷൻ, ഒരു അസറ്റ് ക്ലാസിൻ്റെ പ്രസൻറ്റേഷൻ 4 സ്ലൈഡേ ഉള്ളൂ. വെരി ഇമ്പോർട്ടൻറ്റ് പ്രസൻറ്റേഷൻ. ഐ വിൽ ഗോ വിത്ത്. ഇപ്പം കാണിക്കാൻ പോകുന്ന പ്രസൻറ്റേഷൻ നമ്മൾ പല അസറ്റ് ക്ലാസ്സസ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ വരുന്ന അസറ്റ് ക്ലാസ് റിയൽ എസ്റ്റേറ്റ്,
പിന്നെ ഉള്ളത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് റിയൽ എസ്റ്റേറ്റ് അല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഗോൾഡ്, സിൽവർ, പിന്നെ FD. ഇത്രയും അസറ്റ് ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. ഞാൻ നേരത്തെ സ്റ്റോക്ക് ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞ് ഈ പ്രസൻറ്റേഷനിൽ ഉള്ളതാണ്, അതുകൊണ്ട് കിടക്കുകയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബാരോമീറ്റർ, മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളൊരു മെഷർമെൻ്റാണ്. BSE സെൻസസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 1986 30 സ്റ്റോക്സ് റെപ്രസെൻറ്റിംഗ് ലാർജ് ലിക്വിഡ് കമ്പനീസ് 1978-79 ഫേസ് വാല്യൂ 100 ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് 1979 മുതൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ്. നിങ്ങൾ കാണാൻ പറ്റും ഹർഷത് മേത്തയുടെ ഇത് 92 IT പൊട്ടൽ 2000 അന്നൊക്കെ വലിയ പൊട്ടലായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും കയറിയപ്പോഴത്തേക്ക് ആ ചാർട്ടിൽ ആ പൊട്ടലൊന്നും അങ്ങനെ കാണാൻ വയ്യ. 2003 to 2007 ആ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നിടത്താണ് ഞാൻ പറഞ്ഞത് നമുക്ക് സെൻസെക്സ് മൾട്ടിപ്ലൈ ബൈ 7 times എന്ന് ഞാൻ പറഞ്ഞത് ഇൻ എ പീരീഡ് ഓഫ് 5 years. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഷാർപ്പായിട്ട് വീഴുന്നുണ്ട്. നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഓൾ ദി ഷാർപ്സ് ഫോൾസ് ആർ ടൈം ടു അക്യുമുലേറ്റ് സ്റ്റോക്സ്. നമ്മൾ പേടിച്ച് ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്സ് ആണെങ്കിൽ ഒരിക്കലും വിൽക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുകയാണ്. ഇനി നമ്മളൊരു കമ്പാരിസണാണ്. നമ്മൾ 1979 എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 1979 BSE സെൻസെക്സ് 100 ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കമ്പാരിസന് വേണ്ടിയാണ്. 100 രൂപ നിങ്ങൾ 1979 സ്റ്റോക്സിൽ ഇട്ടിരുന്നെങ്കിൽ, BSE സെൻസെക്സിൽ ഇട്ടിരുന്നെങ്കിൽ, ഇറ്റ് വുഡ് ഹാവ് ബീൻ 85,700 rupees നൗ. ബട്ട് ദ സെയിം ₹100 ഇൻവെസ്റ്റഡ് ആസ് FD. നമ്മൾ FDയിലാണ് ഇടുന്നത്. 10% ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 6-7 ഒക്കെ ഉള്ളൂ. അന്ന് 12% ഉള്ളതുകൊണ്ട് ആവറേജ് 10 ഇട്ടിരിക്കുകയാണ്. 10 ഇട്ടിരുന്നാൽ പോലും നമ്മുടെ 100 രൂപ 11,500 rupees ആവുകയായിരുന്നു. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് 85,000 rupees വരുന്നത്. ഇനി നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, രാജേന്ദ്ര സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ എന്തോരം റിട്ടേൺസ് കിട്ടിയെന്ന്. ഗോൾഡ് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഗോൺ അപ്പ് ബൈ 60% ഇൻ ദിസ് കറണ്ട് കലണ്ടർ ഇയർ. ജാനുവരി മുതൽ 60% റിട്ടേൺ. ആ റിട്ടേൺസ് കണക്ക് കൂട്ടി നോക്കിയാൽ പോലും 100 രൂപ നമ്മൾ 1979 നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് എമൗണ്ട് വുഡ് ഹാവ് ബീൻ ഓൺലി 13,800 നൗ. That is slightly above FD. After this phenomenal rise, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം വച്ചിരുന്നെങ്കിൽ നമുക്ക് കൊള്ളാൻ വരുന്നത്. അതുകൊണ്ട് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഗോൾഡ് ഒരുപാട് വർഷം അണ്ടർ പെർഫോമൻസ് ആയിട്ട് നമ്മൾ $1,300-1,800 15 വർഷം കടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഗോൾഡ് ഒരു ബൂം ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ പല അസറ്റ് ക്ലാസ്സസ് 1979 ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് 13,800, FD 11,500, സ്റ്റോക്സിൽ 85,700. CAGR നോക്കുകയാണെങ്കിൽ ആനുവലൈസ്ഡ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഗോൾഡ് 11%, ബാങ്ക് ഡെപ്പോസിറ്റ് 10% ആൻഡ് സ്റ്റോക്സ് ഹാവ് ഗിവൺ 16% റിട്ടേൺസ്. ആ 16 ഈ 10% 16% ഡിഫറൻസാണ് 11,500 85,700 വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 2% റിട്ടേൺസ് കൂടുതലാണെങ്കിൽ പോലും കോമ്പൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഫിഗേഴ്സാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ ലോങ് ടേം അസറ്റ് ക്ലാസ്സിൽ നമ്മൾ നേരത്തെ ഈ കാണിച്ചതിൽ ഗോൾഡ് 138 നമുക്ക് കൂടിയിരിക്കുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റ് 115 കൂടിയിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ 857 സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട് ഈ പീരീഡിൽ. അപ്പോൾ എങ്ങനെ നോക്കിയാലും സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺസാണ് ഗോൾഡോ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിയും ബെറ്റർ എന്ന് കാണിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ്. പിന്നെ നമ്മൾ ഈ ഗോൾഡിൽ ഇവിടെ ഇത്രയും കയറാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1979 മുതൽ ഇതുവരെ ഗോൾഡ് 12 times അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താണ് ഇന്ത്യയിൽ ഗോൾഡ് ഇത്രയും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 79 $1 8 രൂപയായിരുന്നു. ഇന്ന് $1 എന്ന് പറയുന്നത് 90 രൂപയാണ്. അപ്പോൾ $11 ഡിപ്രീഷിയേറ്റ് ചെയ്ത് കാരണമാണ് ഇന്ത്യയിൽ ഗോൾഡ് 138 കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ കുറവ് റിട്ടേൺസ് നമ്മൾ ഈ ലോങ്ങർ പീരീഡ് ടൈമിൽ ഉള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.